ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. നയിക്കുന്ന എൻ.ഡി.എ മൂന്നാം തവണയും ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറുമെന്നാണ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ കഴിഞ്ഞ ദിവസം പ്രവചിച്ചത്. എൻ.ഡി.എ സഖ്യം 335 സീറ്റുകൾ നേടി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് സർവേ ഫലം. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ 272 സീറ്റുകളുടെ പരിധി നിസ്സാരമായി മറികടക്കും. എന്നാൽ സഖ്യത്തിന് മൊത്തത്തിൽ 18 സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് വിലയിരുത്തുന്നുണ്ട്. 2014 കേന്ദ്രത്തിൽ അധികാരത്തിലേറിയ എൻ.ഡി.എ സർക്കാരിൻ്റെ വികസനത്തിൻ്റെയും സദ്ഭരണത്തിൻ്റെയും രാഷ്ട്രീയത്തെ രാജ്യം അംഗീകരിച്ചതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനപ്രിയ നേതാവായി മാറി. ഇതോടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എൻ.ഡി.എ അധികാരത്തിൽ വന്നു. ഇതിനു പിന്നാലെയാണ് വീണ്ടും എൻ.ഡി.എ അധികാരത്തിലെത്തുമെന്ന മൂഡ് ഓഫ് ദി നേഷൻ സർവേ ഫലം ശ്രദ്ധേയമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബദലായി ഒരു ഏകീകൃത മുന്നണിയും നേതൃത്വവും അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷത്തിൻ്റെ പോരാട്ടം അവരുടെ തിരഞ്ഞെടുപ്പ് മോഹങ്ങൾ സഫലമാക്കില്ല. എന്നാൽ ഈ മാതൃകാ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ പ്രവണതയുമായി യോജിക്കുന്നതുമാണ്. ശക്തമായ പ്രാദേശിക പാർട്ടികളുള്ള സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. പരുങ്ങുന്നുണ്ട്. ഉത്തർപ്രദേശ് ഒരു അപവാദമായി തുടരുന്നു. പ്രാദേശിക പാർട്ടികളുമായി സഖ്യം ആവശ്യമില്ലാതെ തന്നെ ബി.ജെ.പിയുടെ വിജയമുറപ്പിക്കുമെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടം അധികാരത്തിൽ വരാൻ ഒരുങ്ങുമ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ അദ്ദേഹം ചെലുത്തുന്ന സ്വാധീനം പ്രാധാന്യമർഹിക്കുന്നു. സർക്കാരിൻ്റെ നേട്ടങ്ങളും പരാജയങ്ങളും രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണയിലേക്ക് വെളിച്ചം വീശുന്നതാണ് സർവേ. ഭരണത്തിൽ തൻ്റെതായ മികവ് കൊണ്ട് ശ്രദ്ധ നേടിയ നേതാവാണ് നരേന്ദ്രമോദി. എൻ.ഡി.എ സർക്കാർ അധികാരത്തിലേറുകയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരനായി അല്ലെങ്കിൽ പിൻഗാമിയാകാൻ വരാൻ പോകുന്ന നേതാവിനെക്കുറിച്ചുള്ള വോട്ടർമാരുടെ ചോദ്യങ്ങളാണ് സർവേയിൽ ചർച്ച ചെയ്യുന്നത്. വോട്ടർമാരുടെ അഭിപ്രായങ്ങളനുസരിച്ച് പ്രധാനമായും 3 ബി.ജെ.പി. നേതാക്കളുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരാണ് നരേന്ദ്രമോദിയുടെ പിൻഗാമിയാകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള നേതാക്കൾ. ബി.ജെ.പി. നേതാക്കൾ പോലും മോദിയുടെ പിൻഗാമിയായി യോഗിയെക്കുറിച്ച് പറയുമ്പോൾ പുറത്തുവരുന്ന സർവേ ഫലത്തിൽ 29% വോട്ടർമാരും നരേന്ദ്രമോദിയുടെ പിൻഗാമിയായി കാണുന്നത് അമിത്ഷായാണ്. എന്നാൽ 25% പേരും അഭിപ്രായപ്പെടുന്നത് യോഗി ആദിത്യനാഥാണ് നരേന്ദ്രമോദിയുടെ പിന്മുറക്കാരനാകാൻ അനുയോജ്യനെന്നാണ്. പിന്നാലെ 16% പേരുടെ പിന്തുണ നിതിൻ ഗഡ്കരിക്കാണ്. പാർട്ടി തിരിച്ചുള്ള സീറ്റ് വിഹിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ 543 സീറ്റുകളിൽ 304 സീറ്റുകൾ ബി.ജെ.പി. നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് സ്വതന്ത്രമായി കേവല ഭൂരിപക്ഷം നേടാനുള്ള ശേഷി ഉറപ്പിക്കുന്നു. 2019 നേടിയ 303 സീറ്റുകളേക്കാൾ ഒരു സീറ്റ് മാത്രമാണ് അധികം ലഭിക്കുക. കഴിഞ്ഞ തവണത്തേക്കാൾ 19 സീറ്റുകൾ വർദ്ധിപ്പിച്ച് 71 സീറ്റുകളോടെ കോൺഗ്രസ് രണ്ടാമത്തെ വലിയ കക്ഷിയാകും. ബാക്കിയുള്ള 168 സീറ്റുകൾ പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രം ഉൾപ്പെടെ മറ്റുള്ളവർ നേടും. ഇന്ത്യ മുന്നണി 166 സീറ്റുകൾ നേടുമെന്നും സർവേയിൽ പറയുന്നു. എന്നാൽ 370 കൂടുതൽ സീറ്റുകൾ നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ തിരുത്തലുകൾ ഉണ്ടാകുമെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു. വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള 35,801 പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത്. 272 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും അവകാശവാദം പോലെ മോദി 3.0 സംഭവിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. ആകെയുള്ള 543 സീറ്റുകളിൽ ബി.ജെ.പി. 304 സീറ്റുകൾ നേടും. കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു സീറ്റ് ബി.ജെ.പി. വർദ്ധിക്കുമെന്നും പറയുന്നു. 2019 52 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ 19 സീറ്റുകൾ കൂട്ടി 71 സീറ്റുകൾ നേടുമെന്നാണ് റിപ്പോർട്ട്. മറ്റു പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രം ചേർന്ന് 168 സീറ്റുകളും നേടിയേക്കുമെന്നും പ്രവചനമുണ്ട്.